നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 381st day. Today 71st sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 381 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 71ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം 5ാമത്തെ അധ്യായത്തിലെ 71ാമത്തെ ശ്ലോകം. ഹരിദാസാഊജു ശ്രവണസ്യ വിഭേദേന ഫലഭേദോപി സംസ്ഥിതാ ശ്രവണം ദുഃഖൃതം സർവൈ നത്തഥാ മനനം കൃതം. ഓം തത്സത്. ഹരിദാസാഊജു ശ്രവണസ്യ വിഭേദേന ഫലഭേദോപി സംസ്ഥിതാ ശ്രവണം തു കൃതം സർവൈ നത്തഥാ മനനം കൃതം. ഓം തത്സത്. ഹരിദാസന്മാർ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഇവിടെ ഊജു എന്ന് പറയുന്നത് ബഹുവചനമായിട്ട്. ഒരാളാണ് പറയുന്നതെങ്കിൽ ഉവാച എന്ന് പറയും. ഇവിടെ ഹരിദാസന്മാരോടാണ് ചോദിച്ചത്. ഹരിദാസന്മാരെല്ലാവരും ചേർന്ന് പറയുകയാണ്. ശ്രവണത്തിൻ്റെ പല വിശേഷ വിധിയിലാണ് ഇങ്ങനെയുള്ളൊരു മാറ്റം സംഭവിച്ചത്. കേൾക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അതിൻ്റെ ഫലത്തിനും ഭേദമുണ്ടാകുന്നു. പറയുന്നത് ഒരേ കാര്യമാണെങ്കിലും കേൾക്കുന്ന രീതിക്കനുസരിച്ച് അതിൽ ഫലഭേദമുണ്ടാകുന്നു. എല്ലാവരും ശ്രീമദ് മഹാഭാഗവതം കേട്ടു, പക്ഷേ എല്ലാവരും ഒരുപോലെ മനനം ചെയ്തില്ല. അതുകൊണ്ടാണ് ഫലത്തിലും ഭേദമുണ്ടായത് എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദുന്ദുകാരിക്ക് മാത്രം വിമാനം വന്ന് വിഷ്ണു സായുജ്യം ലഭിച്ചത്, വിഷ്ണു രൂപത്തിലോട് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്, മറ്റുള്ളവരെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ഗോകർണൻ ചോദിച്ചതിന് മറുപടിയായിട്ട് വിഷ്ണുദൂതന്മാർ പറയുകയാണ്. അതായത് കാരണഭേദം നിമിത്തം കാര്യത്തിലും ഭേദമുണ്ടാവും. കാരണമായിട്ടുള്ള ആ പാരായണം കേട്ടത് എല്ലാവരും എങ്ങനെയാണോ അതിൽ കേട്ടത്, ആ കാരണത്തിലുള്ള ഭേദം കൊണ്ട് ആ കാര്യത്തിൽ, അതായത് അതിനുള്ള ഫലത്തിനും ഭേദമുണ്ടാകും. അവർ കേട്ട രീതിയിലല്ല ദുന്ദുകാരി കേട്ടത്. ഓരോരുത്തരും ഒരുപോലെയല്ല മനനം ചെയ്തത്. ആ മനനം ചെയ്ത രീതിയിലുള്ള കേൾവി ചെവിയിലേക്കൂടി കേട്ടാലും അത് ഉള്ളിൽ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിന് നമുക്ക് ഭേദമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് വിഷ്ണുദൂതന്മാർ ഗോകർണ മഹാത്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗോകർണ മഹാത്മാവിന് അറിയാം, എങ്കിലും നമ്മൾക്കറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിഷ്ണുദൂതന്മാരോട് ചോദിക്കുകയും അവർ മറുപടി ചെയ്യുന്നതുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നാരദാദികൾക്ക് സനകാദികൾ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദൻ മുതലായ മഹാത്മാക്കൾ അവിടെ സപ്താഹം കേൾക്കാൻ വന്നിരുന്നു. അവർക്ക് സനകാദി മുനിമാർ 4 പേർ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ സന്ദർഭം. ഈ കഥ ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. സനകാദികളും നാരദാദികളും തമ്മിലുള്ള സംവാദം, അതിലുള്ള സംവാദമാണ് ഗോകർണനും ഈ വിഷ്ണുദൂതന്മാരും തമ്മിലുള്ള ഈ സംവാദം. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രവണസ്യ ഫലഭേദേന ഫലഭേദോ ശ്രവണസ്യ വിരഭേദേന. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരിദാസാഊജു ശ്രവണസ്യ വിഭേദേന ഫലഭേദോപി സംസ്ഥിതാ ശ്രവണം തു കൃതം സർവൈ നത്തഥാ മനനം കൃതം. എല്ലാവരും ഒരുപോലെ അത് മനസ്സിൽ എടുത്തില്ല എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്.